എനിക്ക് നല്ല സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. ദൈവമേ നന്ദിയെന്ന് ഞാൻ പറയുന്നത്. കാരണം 1999 രൂപത സ്ഥാപിതമായി. കർണാടകത്തിലെ ആദ്യത്തെ സീറോമല രൂപതയാണ്. ദക്ഷിണ കന്നഡ, ഉടുപ്പി, കൊടക് 3 ജില്ലകൾ ചേർത്തുകൊണ്ട് അവിടെയുള്ള സീറോ മലബാർ മക്കൾക്ക് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹപ്രകാരം ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ, വിശുദ്ധ ജോൺ പോപ്പ് മാർപ്പാപ്പ സ്ഥാപിച്ച രൂപതയാണിത്. അപ്പോൾ സ്ഥാപിച്ചപ്പോൾ ഇത് ആദ്യത്തെ രൂപതയാണല്ലോ. അപ്പോൾ ഞാൻ ആദ്യത്തെ മെത്രാനുമാണ്. സ്ഥാപിച്ചപ്പോൾ കാര്യമായി ഒന്നുമില്ലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 25 വർഷമായി ദൈവാനുഗ്രഹത്താൽ എല്ലാം ഭംഗിയായിട്ട് ഇതുവരെ കൊണ്ടുവരാൻ സാധിച്ചു. ഞങ്ങൾക്ക് പിന്നെ 11 അച്ഛന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ 57 അച്ഛന്മാർ ഞങ്ങൾക്കുണ്ട്. പിന്നെ സെമിനാരിക്കാർ പഠിക്കുന്നുണ്ട്. പിന്നെ സിസ്റ്റേഴ്സുണ്ട്. ഇപ്പോൾ പിന്നെ അൽമായരൊക്കെ സംഘടിതരാണ്. അൽമായരൊക്കെ വളർന്നു. നല്ല നല്ല പള്ളികളൊക്കെ ആകാൻ സാധിച്ചു. പിന്നെ ആത്മീയമായും ഭൗതികമായും ഒക്കെ ആളുകൾ വളർന്നു. അവിടുത്തെ ആളുകളുമായിട്ട് വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ കഴിയുന്നത്. ദൈവാനുഗ്രഹത്താൽ ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അതിൻ്റെ ഈ വർഷം മുഴുവൻ ജൂബിലി വർഷമായിരുന്നു. വിവിധ കാര്യപരിപാടികളൊക്കെ ഞങ്ങൾ നടത്തി. ധാരാളം നവീകരണ കാര്യങ്ങളൊക്കെ നടത്തി. ഈ കഴിഞ്ഞ ഡിസംബറിൽ വലിയൊരു ബൈബിൾ കൺവെൻഷനൊക്കെ നടത്തി. പിന്നെ വേറെ വിവിധങ്ങളായ പ്രാർത്ഥനകൾ. ഈ ഒരു മാസം ഞങ്ങളിപ്പോൾ ഒരു പ്രാർത്ഥന മാസമായിട്ട് ആചരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ ഇടവകയായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നല്ല രീതിയിലെല്ലാം ദൈവാനുഗ്രഹത്താൽ പോകുന്നു. ഈ 11-ാം തീയതി ഇതിനൊരു സമാപനം പോലെ ഒരു രൂപതരത്തിലുള്ള ആഘോഷമുണ്ട്. അതിന് നമ്മുടെ കർണാടകത്തിലെ എല്ലാ പിതാക്കന്മാർ വരുന്നുണ്ട്. തലശ്ശേരി അതിരൂപതയിലെ പിതാക്കന്മാർ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് വരുന്നുണ്ട്. സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ ക്ലാസ്മേറ്റ് വേറെ 3 പിതാക്കന്മാർ കേരളത്തിലുണ്ട്. അതിൽ മൂലക്കാട്ട് പിതാവ് വരുന്നുണ്ട്, കോട്ടയത്തെ മെത്രാപ്പോലീത്ത. പിന്നെ 2 പേര് ബത്തേരി പിതാവും അതുപോലെ തന്നെ പത്തനംതിട്ട പിതാവും 2 പേരും എൻ്റെ ക്ലാസ്മേറ്റ്സാണ്. വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതേ ദിവസം തന്നെ തിരുവനന്തപുരത്ത് വേറെ വലിയൊരു പരിപാടി ഉള്ളതുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പ് അവരോട് അവിടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുക. അപ്പോൾ അങ്ങനെ പിതാക്കന്മാർ വരുന്നുണ്ട്. പിന്നെ കർണാടകത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ചില മന്ത്രിമാരും പിന്നെ സാമൂഹിക നേതാക്കന്മാരും പിമാരും MLA ഒക്കെ വരുന്നുണ്ട്. അവരൊക്കെ നമ്മളോട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അച്ഛന്മാരും അൽമായരും സിസ്റ്റേഴ്സും ഉൾപ്പെടുന്ന കമ്മിറ്റികളൊക്കെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞായറാഴ്ച രാവിലെ 8:45 കുർബാന. അത് കഴിഞ്ഞിട്ട് പൊതുസമ്മേളനമൊക്കെ ഉണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ കർത്താവിൻ്റെ മഹത്വത്തിനും അതുപോലെ തന്നെ രൂപതയുടെ സന്തോഷത്തിനും സഭയുടെ വളർച്ചയ്ക്കൊക്കെ ഇത് കാരണമാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഷെക്കിന TV ഈ പ്രകാരം എന്നോട് മെസ്സേജ് വെച്ച് സന്തോഷമുണ്ട്. ഷെക്കിന TV ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എനിക്കറിയാം. അത് നന്നായിട്ട് പോകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷവും രക്ഷാകര മാർഗ്ഗങ്ങളെല്ലാം അറിയാൻ സാധിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു കേട്ടോ.